നമസ്കാരം. IPLന് പുറകെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടക്കുകയാണ് ടീം ഇന്ത്യ. അഫ്ഗാനിസ്ഥാനുമായി നാട്ടിൽ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് ഏകദിന പരമ്പരകളോടെയാണ് ഇന്ത്യ വീണ്ടും മത്സരച്ചൂടിലേക്ക് നീങ്ങുക. ഒരു ടെസ്റ്റും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യൻ മണ്ണിൽ അഫ്ഗാൻ കളിക്കുക. ജൂൺ 6 മുതൽ 10 വരെയാണ് ഏക ടെസ്റ്റ് മത്സരം. ഏകദിന പരമ്പര ജൂൺ 14-ന് തുടങ്ങും. ഇവയ്ക്കുള്ള ഇന്ത്യൻ ടീമുകളെ ചൊവ്വാഴ്ച, അതായത് മെയ് 19-ന് നാളെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. ടെസ്റ്റ് ഏകദിന ടീമുകളെ കുറിച്ചുള്ള നിർണായക സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതേക്കുറിച്ച് പരിശോധിക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയാം. അടുത്ത വർഷം ICC ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുന്നതിനാൽ അതിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള പരമ്പരയിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ സ്ക്വാഡിനെ ഈ പരമ്പരയിൽ അണിനിരത്താനാണ് ഇന്ത്യയുടെ പ്ലാൻ. ശുഭ്മൻ ഗില്ലിന് കീഴിലാണ് ഈ പരമ്പരയിൽ ഇന്ത്യ ഇറങ്ങുന്നത്. അവസാനമായി കളിച്ച ഏകദിന പരമ്പരയിലെ ടീമിൽ ചില മാറ്റങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. നിലവിൽ ഏകദിനത്തിലെ സെക്കൻഡ് ചോയ്സ് കീപ്പറായ ഋഷഭ് പന്തിന് അഫ്ഗാനിസ്ഥാനെതിരെ ടീമിൽ ഇടവും ഉണ്ടാവില്ലെന്നാണ് ഏറ്റവും കൂടുതൽ അറിയുന്ന വിവരം. ഋഷഭിന് പകരം മിന്നുന്ന ഫോമിലുള്ള മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഏകദിന ടീമിലേക്ക് തിരികെ വിളിച്ചേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിന് തൽക്കാലം ഉടൻ കോൾ ഉണ്ടായേക്കില്ല, വ്യക്തമാവുന്നതും അതാണ്. പകരം ഇഷാൻ കിഷൻ ആയിരിക്കും ബാക്കപ്പ് കീപ്പറായി ടീമിലേക്ക് വരികയെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇടം കയ്യൻ ബാറ്റർ എന്നതാണ് അദ്ദേഹത്തിന് സഞ്ജുവിനേക്കാൾ മുൻതൂക്കം നൽകുന്ന ഒരു കാര്യം. ഫസ്റ്റ് ചോയ്സ് KL രാഹുൽ തന്നെയായിരിക്കും. അനുഭവസമ്പത്തും IPLിലെ പ്രകടനവും വിക്കറ്റിന് പിന്നിൽ നിർണായക കോളുകൾ എടുക്കാനുള്ള മിടുക്കുമെല്ലാം ഈ ഫോർമാറ്റിലെ അഭിവാജ്യ ഘടകമാകുന്നു. തുടർച്ചയായ മത്സരങ്ങൾ കാരണം ഫോമിൽ വലിയ ഇടിവുണ്ടായ സൂപ്പർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഏകദിന പരമ്പരയിൽ ഇന്ത്യ വിശ്രമം നൽകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഗില്ലും മുൻ നായകൻ രോഹിത് ശർമ്മയുമായിരിക്കും ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാർ. ബാക്കപ്പായി യുവ ഇടം കയ്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാൾ സ്ക്വാഡിൽ ഉണ്ടാകും. ഹാർദിക്കിനു പകരം സീം ബൗളിംഗ് ഓൾറൗണ്ടറായി ടീമിലേക്ക് വരുന്നത് യുവതാരം നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായി രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേൽ എന്നിവരും ഉൾപ്പെടുത്തുമെന്നും കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നു. പേസ് ബൗളിംഗിലേക്ക് വന്നാൽ IPLിലെ പുതിയ താരോദയമായ പ്രിൻസ് യാദവിന് ആദ്യം വിളിയെത്തുമെന്നാണ് സൂചനകൾ. ടീമിലെ മറ്റ് ഫാസ്റ്റ് ബൗളർമാർ മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ് എന്നിവരാകും. ബുംറയുടെ അഭാവത്തിൽ പേസ് ആക്രമണത്തിന്റെ ചുക്കാൻ പിടിക്കുക സിറാജ് ആയിരിക്കും. സ്പിൻ ബൗളിംഗിന്റെ കടിഞ്ഞാൽ പരിചയസമ്പന്നനായ കുൽദീപ് യാദവിനായിരിക്കും. പക്ഷേ മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിക്ക് ടീമിൽ ഇടമുണ്ടാവില്ല. അതേസമയം അഫ്ഗാനുമായുള്ള ഏക ടെസ്റ്റിൽ ടീമിൽ വന്നാൽ മുൻനിര താരങ്ങളെല്ലാം ഈ മത്സരത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരം.